പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഓർത്ത് കർത്താവിന്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്ന നല്ല സമയം. പ്രിയമുള്ളവരെ, സഹോദരൻ, കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്ത് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലുള്ള ദിവസേന ദൈവവചന ധ്യാനം പരിശുദ്ധാത്മാവ് നൽകി തരുന്നു. കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹങ്ങളും ദൈവപ്രവർത്തികൾക്ക് കാരണമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീടടങ്കം ആനന്ദിക്കുന്ന നിലയിൽ, ഒത്തൊരുമിച്ച് ആനന്ദിക്കുന്ന നിലയിൽ ചില അവസരങ്ങളെ, ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ഒരുക്കി തരും. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 24-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വാക്യം ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നത്: അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഇല്ലാത്തൊരു സന്തോഷവും ഇന്നലെ വരെ ഇല്ലാത്തൊരു ആനന്ദവും ആ ഭവനത്തിനകത്ത് ലഭ്യമായത് എങ്ങനെയാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. എങ്ങനെയാണ് അവർ ആനന്ദിച്ചു തുടങ്ങിയത്? നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മെ പരിചയപ്പെടുത്തുന്ന 3 സംഭവങ്ങളാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. ഒന്ന്, 100 ആടുള്ളൊരു മനുഷ്യന്റെ ഒരാടിനെ കാണാതെ പോയിരിക്കുന്നു. രണ്ടാമത്തെ വിഷയം, 10 ദ്രഹ്മയുള്ള ഒരു സഹോദരിക്ക് 1 ദ്രഹ്മ കാണാതെ പോയിരിക്കുന്നു. മൂന്നാമത്തെ വിഷയമാണ് 2 ആൺപൈതങ്ങളുള്ള ഒരപ്പന് 1 ആൺപൈതൽ എന്ത് ചെയ്തു? ഇളയ മകൻ, ധൂർത്തുപുത്രൻ എന്നൊക്കെ നാം പേര് വിളിക്കുന്നത് പോലെ അതേ ആ മകൻ എന്ത് ചെയ്തു? തന്റെ സമ്പാദ്യങ്ങളെ കൈക്കലാക്കി അവിടെ നിന്ന് നഷ്ടപ്പെടുകയാണ്. ആ മകൻ തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ് നാം വായിച്ച വേദഭാഗം കാണാൻ കഴിയുന്നത്. അത് ഇപ്രകാരമാണ് പറയുവാനിടയായി തീർന്നത്: അവർ വീടടങ്കം ആനന്ദിക്കുന്ന നിലയിലുള്ള ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ആ വീട്ടിൽ സംഭവിക്കുകയാണ്. എങ്ങനെയാണ് അവർ ആനന്ദിച്ചു തുടങ്ങിയത്? ഇന്നലകളിലെ നഷ്ടം നികന്നതുകൊണ്ടാണ്. ഇന്നലകളിൽ സംഭവിച്ചു പോയ നഷ്ടത്തിനകത്ത് ദൈവത്തിന്റെ കരം ചലിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതുകൊണ്ട് ആ വീട്ടിൽ ആനന്ദത്തിന്റെ കരഘോഷങ്ങൾ ഉയരുകയാണ്. ഇന്ന് ഈ സന്ദേശം പറയുമ്പോഴും ചില നഷ്ടങ്ങളെ, ചില വേദനകളെ, ചില ഭാരങ്ങളെ എടുത്തു മാറ്റിയിട്ട് വീടടങ്കം ആനന്ദിക്കുന്ന നിലയിലുള്ള ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എത്ര പേർക്ക് അതിലേക്കൊന്ന് തിരിഞ്ഞു ചിന്തിക്കുവാൻ, ദൈവമേ എനിക്കൊരു ആനന്ദത്തിന്റെ സുദിനം നൽകി തരണമേ എന്ന് അവൻ പ്രാർത്ഥിക്കുന്ന എത്ര പേർ എന്നെ കേൾക്കുന്നുണ്ട്? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എത്ര കാലമായി പ്രിയപ്പെട്ടവരെ സന്തോഷം നഷ്ടപ്പെട്ടിട്ട്, എത്ര കാലമായി ആനന്ദിച്ചിട്ട്, എത്ര കാലമായി മനസ്സറിഞ്ഞ് ഹൃദയം തുറന്നൊന്ന് ചിരിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് അവർ ആനന്ദിച്ചു തുടങ്ങിയെന്നും കൂടെ നമ്മൾ അറിയേണ്ടത് അത്യാവശ്യകരമായ കാര്യമാണ്. നഷ്ടപ്പെട്ടത് മടങ്ങി വന്നപ്പോൾ ആനന്ദിച്ചെങ്കിൽ ഈ നഷ്ടപ്പെട്ടത് മടങ്ങി വരാനുണ്ടായ കാരണങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അപ്പനോട് ഇളയ മകനായ ധൂർത്തുപുത്രൻ നാം പേരിട്ട് വിളിക്കുന്ന മകൻ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: അപ്പ എനിക്ക് തരാനുള്ള സമ്പാദ്യങ്ങൾ വീതം വെച്ച് തരണം, എനിക്ക് കിട്ടാനുള്ളത് ലഭിക്കണമെന്ന് പറഞ്ഞ് താൻ മേടിച്ച് സന്തോഷിച്ച് കൂട്ടുകൂടി മുൻപോട്ട് പോകുകയാണ്. ഇന്നത്തെ തലമുറയ്ക്കൊരു പേര് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ചോദിച്ചാൽ വഷളത്തം നിറഞ്ഞ ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അന്നും എന്നും ഇന്നും അങ്ങനെയുള്ള തലമുറകൾ ആമേൻ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അവിടെ വായിക്കാൻ കഴിയുന്നത്, അപ്പൻ തനിക്ക് കൊടുക്കാനുള്ളത് സമ്പാദ്യങ്ങൾ എന്ത് ചെയ്തു? വീതം വെച്ച് കൊടുക്കുകയാണ്. കർത്താവിന് സ്തോത്രം. താൻ അതുമായി ധൂർത്തടിച്ച് തന്റെ ഉല്ലാസങ്ങളിൽ, തന്റെ സന്തോഷങ്ങളിൽ, തനിക്ക് കണ്ടെത്താവുന്ന സന്തോഷങ്ങളിൽ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ചില സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയും, നമുക്കായിട്ട് കണ്ടെത്താൻ കഴിയും. അതൊന്നും ആ മിശ്രിതം നിലനിൽക്കുന്നവയല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവ് സാധ്യമാകുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ താൻ തനിക്ക് തന്നെ സന്തോഷം കണ്ടെത്തി തന്റെ യാത്രയിൽ ദൈവത്തെ മറന്ന്, വീട് മറന്ന് തന്റെ യാത്രയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. തന്റെ യാത്രയിൽ താൻ ചിന്തിക്കുന്നില്ല
തന്റെ ആനന്ദങ്ങൾ താൽക്കാലികമാണ്. ഈ ആനന്ദങ്ങൾ അറ്റുപോകാൻ, ഈ ആനന്ദങ്ങൾ നശിച്ചു പോകാൻ തുടങ്ങുകയാണെന്ന് താൻ ചിന്തിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. തന്നിൽ നിന്ന് കൂട്ടുകാർ വിട്ടു തുടങ്ങിയത്, തന്നിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ, തന്റെ കയ്യിലുണ്ടായിരുന്ന പണങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കൂട്ടുകാർ തന്നെ വിട്ടുപോകാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരും വിട്ടുപോയി. വായിക്കുന്ന പന്നി തിന്നുന്ന വാള വരെ കഴിക്കുവാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് താൻ എത്തിപ്പെട്ടു നിൽക്കുമ്പോൾ താൻ തിരിഞ്ഞു ചിന്തിക്കുകയാണ് എന്റെ അപ്പന്റെ ഭവനത്തെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം എത്തിപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം എല്ലാ വിഷയങ്ങൾ കൊണ്ടും നമുക്ക് പ്രതികൂലമാണെങ്കിൽ, നാം കണ്ടെത്തിയ സന്തോഷങ്ങൾ താൽക്കാലികമായി അവസാനിച്ചു പോയെങ്കിൽ, നമുക്കിനി മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് വലഞ്ഞു നിൽക്കുകയാണെങ്കിൽ, അപ്പന്റെ ഭവനത്തെ കുറിച്ചൊന്ന് തിരിഞ്ഞു ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ തകർച്ചയെ, നമ്മളുടെ തകർച്ചയെ എടുത്തുമാറ്റി വലിയ ദൈവത്തിന്റെ ആനന്ദങ്ങളെ നമുക്ക് നൽകി തരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ആ മകൻ ചിന്തിക്കുകയാണ്, എന്റെ അപ്പന്റെ ഭവനത്തിൽ ഒത്തിരി ജോലിക്കാർ ആഹാരത്തിൽ നിന്ന് ശേഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. തന്റെ അപ്പന്റെ ഭവനത്തിൽ ഒത്തിരി ജോലിക്കാർ ആഹാരം തിന്നു ശേഷിപ്പിക്കുന്നെങ്കിൽ, അവകാശിയായ പുത്രത്വമുള്ള ഈ മകന്റെ അവിടുത്തെ പദവി എന്തായിരുന്നായിരിക്കാം? പ്രൈസ് ദി ലോർഡ്. അത് വിട്ടിട്ടല്ലേ താൽക്കാലികമായ സന്തോഷത്തിനും താൽക്കാലികമായ ആനന്ദത്തിനും ഇറങ്ങി പുറപ്പെട്ടത്? ഒന്ന് തിരിഞ്ഞു ചിന്തിക്കാം. കർത്താവേ, ഞാൻ താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. എന്നാൽ എന്റെ താൽക്കാലികമായ സന്തോഷം നിന്നുപോയി. അങ്ങയുടെ നിത്യ സന്തോഷം എനിക്കൊന്ന് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, ആ മകന്റെ മടങ്ങി വരവിന് വേണ്ടി അപ്പൻ കാത്തിരിക്കുകയാണ്. ആ തൊട്ടു മുമ്പിലത്തെ വേദഭാഗം ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൻ തന്റെ ദാസന്മാരോട് പറയുകയാണ്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുകയും ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിക്കുകയും. എല്ലാം മേടിച്ചു കൊണ്ടുപോയ മകനെ കാത്തിരിക്കുന്ന ഒരു അപ്പനെ കുറിച്ചാണ് നാം ഇന്ന് കാണുന്നത്. നാം നമ്മുടെ ഇഷ്ടങ്ങളിലും നാം നമ്മുടെ ഹിതങ്ങളിലും സഞ്ചരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ ആഗ്രഹത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട്, എന്റെ അപ്പ, അങ്ങക്ക് എന്റെ മേലുള്ള ഇഷ്ടം എന്താണ്, ആഗ്രഹം എന്താണെന്ന് ചോദിക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? പ്രൈസ് ഗോഡ്. നമ്മുടെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം. നമുക്ക് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാം. ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നാൽ, അപ്പന്റെ ഭവനത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയാൽ, അപ്പന്റെ ഭവനത്തിനകത്തെ സന്തോഷങ്ങളെ ചിന്തിച്ചു തുടങ്ങിയാൽ, വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആനന്ദിച്ചു. എങ്ങനെ ആനന്ദിച്ചു? അപ്പന്റെ ഭവനത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ, അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അവർ ആനന്ദിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ അപ്പന്റെ ഭവനത്തെക്കുറിച്ച്, എന്റെ അപ്പന്റെ നിത്യ സന്തോഷത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു തുടങ്ങാം. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.